നമസ്കാരം. ഇന്ന് പത്തനംതിട്ട തുമ്പമൺ പോകുന്ന വഴിക്ക് പന്തളം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേ ഒരു ഹോട്ടലാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഊണ് കഴിക്കാൻ വേണ്ടി. അവിടെ ചെറിയൊരു ഹോട്ടലാണ്, അമ്പോറ്റി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരൊരു പ്രത്യേകതരം പേരാണ്. ഈ സ്ഥലത്തിൻ്റെ പന്തളം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഈ പന്തളം പത്തനംതിട്ട റോഡിൽ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട്. എനിക്ക് അത് കഴിഞ്ഞാണോ അതിന് മുമ്പ് എനിക്ക് ഒരു ഇത് പിടുത്തം കിട്ടുന്നില്ലേ. അതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഈ സ്ഥലത്തിനൊരു പ്രത്യേക പേരാണ്. ആ ഒരു പേര് എനിക്ക് എൻ്റെ മനസ്സിലിരിപ്പുണ്ട്, നാവിൻ്റെ തുമ്പത്ത് ഇരിപ്പുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് വരുന്നില്ല. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ ഈ കടയിൽ കയറിയതെന്ന് വെച്ചാൽ ചെറിയൊരു കട ആയതുകൊണ്ട് ഇങ്ങനെ കയറിയാണ്. പക്ഷേ ഗംഭീര ഊണായിരുന്നു, അടിപൊളി ഊണായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഊണായിരുന്നു. ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുകയല്ല, ഇത് ഞാൻ ഈ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എൻ്റെ പോക്കറ്റ് കിടക്കുമായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്, എൻ്റെ അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് കാരണം വീഡിയോ അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നത്തില്ല. ഒരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കാൻ വേണ്ടിയാണ്. 80 രൂപ ആണെന്ന് തോന്നുന്നു. ഇതുവഴി വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വില കുറഞ്ഞ രീതിയിൽ, വളരെ 5 സ്റ്റാർ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയൊരു കടയിൽ നിന്ന് ഊണ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാറൊക്കെ എന്താ പറയുക, വേറെ ലെവൽ ഐറ്റമാണ്. സാമ്പാർ, അതുപോലെ പുളിശ്ശേരി, അവിയൽ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എന്തായാലും ഞാനിനി ഇതുവഴി വരുമ്പോൾ ഇവിടെ കയറത്തുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. എത്ര പേര്? 2